ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ മൂന്നാം വരവ്, അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ്, അല്ലെങ്കിൽ D3 ദൃശ്യം മൂവിയുടെ മൂന്നാം വരവ്. 2026 മെയ് 21 നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം. ആദ്യമേ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. 2013 ഒരു ക്രിസ്മസ് വെക്കേഷൻ സമയത്ത്, കറക്റ്റ് പറഞ്ഞ ഡിസംബർ 19 ദൃശ്യം മൂവി റിലീസാവുന്നത്. ആദ്യം വന്ന ട്രെയിലർ അത്ര ഭയങ്കര സംഭവം ഒന്നായിരുന്നില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിരുന്നു. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നിച്ചാലും വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ട്രെയിലറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം കാണാൻ പോയ സമയത്ത് പോലും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫീൽ ഗുഡ് എന്ന് വെച്ചാൽ ലാലേട്ടന്റെ എല്ലാ മാനറിസംസും, ലാലേട്ടനെ നമ്മൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, ആ സാധനങ്ങളൊക്കെ സിനിമയിലുണ്ട്. കറക്റ്റ് ഒരു ഫാമിലി മാൻ, കുറുമ്പും കുസൃതിയൊക്കെ ആ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ, ആ മാരിവിൽ കൂടെ നിർത്തുന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നത്. പിന്നീട് അങ്ങോട്ടൊരു പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്ന്, സസ്പെൻസ് വന്ന്, പിന്നെ ഇന്റർവെല്ലിന് ശേഷം സസ്പെൻസോട് സസ്പെൻസ്, ത്രില്ലോട് ത്രില്ല്, നെക്സ്റ്റ് മൊമെന്റ് എന്താണെന്ന് അറിയാനുള്ള ടെൻഷൻ, എല്ലാം കൊണ്ടും നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിച്ചൊരു പടമാണ് ശരിക്കും ദൃശ്യം. എന്തായിരിക്കും അതിന്റെ എൻഡ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ആ സംഭവം ക്ലൈമാക്സ് വരെ, ആ സമയത്ത് ക്ലൈമാക്സിന്റെ പേരിൽ വരെ ഭയങ്കര ട്രെൻഡ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ആക്റ്റീവ് ആയിട്ടുള്ള സംഭവം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ദൃശ്യത്തിന്റെ സക്സസ് എന്ന് പറയാം. കാരണം ഞാൻ ആദ്യം കാണാൻ പോയ സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം കഴിയും തോറും ക്രൗഡ് കൂടി വന്ന്, എനിക്കൊന്ന് പടത്തിന്റെ 25-ാം ദിവസം ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത്, സെക്കൻഡ് ടൈം വാച്ച് കാണാൻ പോയ സമയത്ത് നല്ല ക്രൗഡ്, അതായത് ഫസ്റ്റ് കണ്ടതിനേക്കാളും ക്രൗഡ് കൂടുന്നേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ടും പടം എത്ര ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നു അത്രയും ദിവസം ഡിസ്കഷൻസ് ആയി. നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന ദൃശ്യത്തിനെ കുറിച്ചാണ്, പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോകുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ ആ ഒരു ഓഗസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് അതിലെ ഡയലോഗുകളാണെങ്കിലും, നമ്മുടെ IG ഗീതാ പ്രഭാകർ പറയുന്ന ഡയലോഗ് അടക്കം, അതായത് ആ ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല അവനുള്ളതെന്നൊക്കെ പറയുന്ന ആ എല്ലാ മൊമെന്റും, ഈവൻ കലാഭവൻ ഷാജോനോട് നമുക്ക് അത്രയും വെറുപ്പ് തോന്നുന്ന സീനുകൾ വരെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും അതൊരു മാജിക് തന്നെയാണ്. മൂവിയുടെ പേര് പോലെ തന്നെ ദൃശ്യം, നമുക്കൊരു ദൃശ്യ വിസ്മയാണ് ശരിക്കും ആ ഒരു മൂവിയിലൂടെ തന്നത്. ജിത്തു ജോസഫും അതുപോലെ തന്നെ അതിന്റെ ടെക്നിക്കൽ ക്രൂ എല്ലാവരും, അത് കൂടാണ്ട് അതിൽ പെർഫോം ചെയ്ത എല്ലാ ആക്ടേഴ്സും, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഒന്നും പറയാനില്ല. ലാലേട്ടന്റെ കൂടെ കട്ടക്ക് നിന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആശുശരത്ത് IG ഗീതാ പ്രഭാകറായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ടുള്ള ഒരു ക്യാരക്ടർ, അതായത് ക്യാരക്ടറിന്റെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു കലാഭവൻ ഷാജോൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ആ ഒരു കോൺസ്റ്റബിൾ സഹദേവൻ. എല്ലാ പേരുകളും ഭയങ്കര ബൈഹാർട്ടാട്ടോ. IG ഗീതാ പ്രഭാകർ, കോൺസ്റ്റബിൾ സഹദേവൻ, അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ പേരായിട്ടുള്ള ജോർജ് കുട്ടി, പിന്നെ വരുൺ പ്രഭാകറൊക്കെ എപ്പോഴും ഏത് സമയത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റാണിയുടെ ആ ഒരു ക്യാരക്ടറൈസേഷനും കറക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മഞ്ഞ കാറ് സിനിമയിലുള്ളത്. പിന്നെ അതുപോലെ എല്ലാം നമുക്ക് എങ്ങനെയാണോ ആ സിനിമയിൽ ലാലേട്ടൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന ആ സിനിമേൻ്റെ അകത്ത്, അതുപോലെ തന്നെയായിരുന്നു കാണുന്ന ഓഡിയൻസിനും ആ ഒരു വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു സിനിമ മുന്നോട്ട് പോയത്. അങ്ങനെ ആ ഒരു പടം വലിയ ഹിറ്റായിട്ട് അതിന്റെ രണ്ടാം ഭാഗം 2021 കോവിഡിന്റെ ഒക്കെ പ്രശ്നങ്ങളുള്ള സമയത്ത് തന്നെ അത് ആ ഒരു ചെറിയ ലൊക്കേഷനിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട്, അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 19. അത് 2021 ഫെബ്രുവരി 19. മറ്റേത് ഇറങ്ങിയത് ഡിസംബർ 19, 2013. ഡേറ്റിനൊക്കെ ഭയങ്കര സാമ്യത ഉണ്ട് കേട്ടോ. രണ്ടാം ഭാഗം OTT റിലീസ് ചെയ്തത്. OTT റിലീസ് ചെയ്തിട്ട് പോലും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള മൂവി. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് ഒരുപാട് ലാംഗ്വേജസിൽ പോയിട്ട് അവിടെയൊക്കെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് പാർട്ടും മറ്റുള്ള ഭാഷകളിൽ പോയി അതും ഹിറ്റായി. ശരിക്കും തിയേറ്ററിൽ ആ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന ഒരു സിനിമയായിരുന്നു. ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി എനിക്കൊന്ന് OTTക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് ഷൂട്ട് ചെയ്തത്. ചിലപ്പോൾ തിയേറ്ററിൽ ഇറക്കാൻ പറ്റില്ല എന്നുള്ളൊരു മുൻകൂട്ടി അവർ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊക്കെ ഒരു ക്വാളിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എവിടെയൊക്കെ സസ്പെൻസ് വേണോ അതൊക്കെ കറക്റ്റായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ത്രില്ലർ മോഡ് തന്നെയാണ് ശരിക്കും ദൃശ്യം 2 ആ ഒരു നമുക്ക് ദൃശ്യവിസ്മയം തന്നത്. അതിൽ ക്യാരക്ടേഴ്സ് ഒക്കെ മാറിയെങ്കിലും ആ വന്നവരൊക്കെ തിരിച്ചു വന്ന് അവരുടേതായ റോള് ഗംഭീരാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 4-ാം ക്ലാസ്സുകാരന്റെ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവാണ് ദൃശ്യം 3. അത് ഇറങ്ങുന്നത് ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസമാണ്, 21-ാം തീയതി. അതായത് 19 ഇത്തവണ 21. ആൻഡ് ഇതിന്റെ ഇടയിൽ രണ്ടാം ഭാഗം ഇറങ്ങിയത് 21 വർഷമായിരുന്നു, 2021. ആൻഡ് ഇത്തവണ ഡേറ്റിലാണ് 21 ഉള്ളത്. പക്ഷേ ഇയർ എന്ന് പറയുന്നത് 26 ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എന്തായാലും മെയ് മാസത്തിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെക്കേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആ ഒരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് കിട്ടും ഫസ്റ്റ് ഡേ. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ കാര്യങ്ങളൊക്കെ, കാരണം അത്രയും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ദൃശ്യം 3. ഇതിന്റെ ഏകദേശം ഹിന്ദിയിൽ ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അതായത് പടം റിലീസ് ഇപ്പൊ ചെയ്യുന്നില്ല, കാരണം ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഹിന്ദി റിലീസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്തായാലും അത്രയും വിലയുള്ളൊരു മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
എക്സ്പെക്ടേഷൻ വേണ്ട എന്ന് പറഞ്ഞാലും ഇപ്പൊ അണിയറ പ്രവർത്തകർ വന്നിട്ട് പറയാണ് ഇതൊരു ഭയങ്കര സിമ്പിൾ മൂവിയാണ്, ഇനിയിപ്പോ അതിൻ്റെ അകത്തൊന്നും ത്രില്ലർ ആയിട്ടുള്ള മോഡൊന്നും ഇല്ല, ഇനി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഫുള്ളി ഒരു ഇത് വരില്ല കേട്ടോ. കാരണം ഈ മൂവിക്ക് ഉണ്ടാക്കി വെച്ചൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. ജിത്തു ജോസഫ്, ലാലേട്ടൻ, അതുപോലെ തന്നെ ദൃശ്യം മൂവി എന്ന് പറയുന്നൊരു ബ്രാൻഡ്, എല്ലാവരും കട്ടക്ക് വെയിറ്റിംഗിലാണ് പടം റിലീസ് ആവാൻ വേണ്ടി. ഈവൻ ഞാനും നല്ല വെയിറ്റിംഗിലാണ്. ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഓൾറെഡി തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ വേണ്ടി പോകുന്നവരുണ്ടാവും, വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. അപ്പോൾ എന്തായാലും ഞാനും കണ്ടു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.